ഹായ് എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പാൻ? സ്പാൻ എന്ന് പറഞ്ഞാൽ സ്വിച്ച് പോർട്ട് അനലൈസർ. ഇത് സ്വിച്ചിൽ കോൺഫിഗർ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ സ്പാൻ എന്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു പോർട്ട് മിററിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. മിററിങ് എന്ന് പറയുന്നത് ഒരു പോർട്ടിൻ്റെ ട്രാഫിക്കിനെ വേറൊരു പോർട്ടിലേക്ക് സെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിററിങ് എന്ന് പറഞ്ഞ് നോർമലി നമ്മൾ പറയുന്നത്. ഒരു പോർട്ട് മിററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്കോയിനകത്തുള്ള ബേസിക് മെക്കാനിസമാണ് സ്വിച്ച് പോർട്ട് അനലൈസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വയർ ഷാർക്ക് എന്ന് പറയുന്ന ടൂൾ ഇട്ടിട്ടാണ് മിക്കവാറും അത് പാക്കറ്റിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാക്കറ്റ് ക്യാപ്ചർ ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് എന്താണ് പ്രോബ്ലം, എവിടെയാണ് പ്രോബ്ലം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് വിചാരിക്കുക ഒരു ജസ്റ്റ് ഒരു നമ്മളെ ലാൻഡിലുള്ള ഒരാൾ ടൊറൻ്റ് ഇട്ടിട്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണ് ഈ ടൊറൻ്റ് യൂസ് ചെയ്യുന്നത്? അവർ പോർട്ട് നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് IP അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്കത് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നെറ്റ്വർക്കിനകത്തുള്ള ട്രാഫിക്കിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വയർ ഷാർക്കാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഈ വയർ ഷാർക്ക് നമുക്ക് ഫ്രീ ടൂളാണ്. നമ്മളത് വെച്ചിട്ടാണ് പാക്കറ്റ് ക്യാപ്ചറിങ് ഒക്കെ നടത്തിയിട്ട് അത് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാൻ മതിയാവും വയർ ഷാർക്ക്. ഓക്കെ, അപ്പോൾ ഈ വയർ ഷാർക്ക് നോർമലി നമ്മൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഒരു ലാപ്ടോപ്പിനകത്തോ അല്ലെങ്കിൽ നമ്മളൊരു മെഷീനകത്തോ ഒരു വയർ ഷാർക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഈ ഒരു ഏത് ഡിവൈസിലാണോ വയർ ഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്തത് ആ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരുന്നതും പോകുന്നതും ആയിട്ടുള്ള ട്രാഫിക്കിനേ ഉള്ളൂ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സപ്പോസ് നമുക്ക് വിചാരിക്കുക ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ റൂട്ടറിൽ നിന്നും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ ക്ലയൻസും ഈ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വഴിയാണ്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ടർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് യൂസേജ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇൻ്റർനെറ്റ് യൂസേജ് ചെയ്യുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫ്ലോസ് ആണ് ഇൻ്റർനെറ്റിനകത്ത് കൂടെ പോകുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വയറിനെ ക്യാപ്ചർ ചെയ്തെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ വയറിനെ നമുക്ക് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വയറിൻ്റെ ഇവിടെ നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഹബ്ബ് കണക്ട് ചെയ്ത് ആ ഹബ്ബിനകത്തേക്ക് നമ്മളൊരു PC കണക്ട് ചെയ്ത് ആ PCക്കകത്ത് വയർ ഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ഇതൊരു റൂട്ടർ ത്രൂ ആണ് നമ്മളിത് പാസ് ചെയ്ത് പോകുന്നത്. ഒരു കമ്പ്യൂട്ടർ ത്രൂ അല്ല, റൂട്ടർ ത്രൂ ആണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരിക്കലും ഒരു ലൈവ് എൻവയോൺമെൻറ്റിൽ പോസിബിൾ അല്ല. ഒരു വയർ കട്ട് ചെയ്യുക, അവിടെ ഹബ്ബ് കണക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഇൻ്റർഫേസിലൂടെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ ട്രാഫിക്കിനെയും കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ഇൻ്റർഫേസിലോട്ട് അയക്കണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പോർട്ട് മിററിംഗ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർഫേസിലോട്ട് വരുന്നതും പോകുന്നതായിട്ടുള്ള പാക്കറ്റിനെ നേരെ ഈ ഇൻ്റർഫേസിലേക്ക് മിറർ ചെയ്യാം. ഓക്കെ, പോർട്ട് മിററിംഗ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൂടെ പോകുന്നതിൻ്റെ ഒരു കോപ്പി ഇവിടെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വയർ ഷാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതേ ഡാറ്റ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് അത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു പർപ്പസിന് സ്വിച്ചിനകത്ത് സ്പാൻ കോൺഫിഗർ ചെയ്യുക. മോണിറ്റർ സെഷൻ 1 സോഴ്സ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇൻ്റർഫേസ് കൊടുക്കും, അല്ലെങ്കിൽ ഈ ഇൻ്റർഫേസ് കൊടുക്കും. മോണിറ്റർ സെഷൻ 1 ഡെസ്റ്റിനേഷൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇൻ്റർഫേസും കൊടുക്കും. കോൺഫിഗറേഷനൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. വളരെ സിമ്പിൾ കോൺഫിഗറേഷനാണ്. അപ്പോൾ സ്പാൻ ഉണ്ട്, പിന്നെ റിമോട്ട് സ്പാൻ ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ഇതുണ്ട്. അതിലേക്ക് നമുക്ക് പോകുന്നില്ല. ഇപ്പോൾ ബേസിക് സ്പാൻ മാത്രം നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ സ്പാൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ ജസ്റ്റ് പറഞ്ഞു, പോർട്ട് മിററിംഗ് ആണ്. ഒരു ഇൻ്റർഫേസിലുള്ള ഡാറ്റേനെ വേറൊരു ഇൻ്റർഫേസിലേക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്ത്
കൊണ്ടുപോയിട്ട് അതിനകത്തേക്ക് ഇടുന്നതിനെയാണ് നമ്മൾ പോർട്ട് മിററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മളിനിപ്പോൾ ആൻസർ ചെയ്യുക? സ്പാൻ കോപ്പീസ് നെറ്റ്വർക്ക് ട്രാഫിക് ഫ്രം വൺ ഇൻ്റർഫേസ് ടു അനദർ ഫോർ മോണിറ്ററിംഗ്. വൺ ഇൻ്റർഫേസ് ടു അനദർ ഇൻ്റർഫേസ് ഫോർ മോണിറ്ററിംഗ്, അങ്ങനെ പറയാം ഒരു ഡെഫിനേഷൻ. പിന്നെ വേറെ ഡെഫിനേഷൻ, സ്പാൻ മിറേഴ്സ് ട്രാഫിക് ഫ്രം വൺ പോർട്ട് ടു അനദർ ഫോർ അനലൈസിസ്. പിന്നെ സ്പാൻ സെൻസ് സ്വിച്ച് ട്രാഫിക് ടു എ മോണിറ്ററിംഗ് ഡിവൈസ് എന്ന് പറയാം. പിന്നെ സ്പാൻ ഹെൽപ്പ് ക്യാപ്ചർ ആൻഡ് അനലൈസ് നെറ്റ്വർക്ക് ട്രാഫിക്. പിന്നെ സ്പാൻ മിറേഴ്സ് സ്വിച്ച് ട്രാഫിക് ടു ട്രബിൾ ഷൂട്ട് ഇഷ്യൂസ്. പിന്നെ സ്പാൻ ഈസ് യൂസ്ഡ് ഫോർ നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്ററിംഗ് ആൻഡ് അനലൈസിസ്. സ്പാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് പാക്കറ്റ്സ് ഫ്രം മോണിറ്ററിംഗ് ടൂൾസ്. സ്പാൻ ഡ്യൂപ്ലിക്കേറ്റ്സ് പാക്കറ്റ്സ് ഫോർ മോണിറ്ററിംഗ് ടൂൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്കതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് സ്പാൻ എന്ന് പറയുന്നത്. പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. കാരണം ട്രബിൾ ഷൂട്ടിങ്ങിന് നമുക്ക് പല സിറ്റുവേഷൻസിലും വയർ ഷാർക്ക് വെച്ച് ക്യാപ്ചർ തന്നെയേ ഉള്ളൂ നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് സ്പാൻ വെച്ചിട്ടാണ് നമ്മൾ ക്യാപ്ചറിങ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.